ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട യൂണിക്കോൺ. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് അതിൻ്റെ പൊല്യൂഷൻ പാസ്സാകുന്നില്ല. അതിനും അതുപോലെ വൈസർ സൗണ്ട് ഇത് ബാക്ക് വീലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു. എക്സ്ട്രേറ്റ് ടൈറ്റ് നമ്മൾ ആ ബാക്ക് വീല് ഒരു കസ്റ്റമർ ടയറും മാറ്റിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടയർ മാറ്റി കഴിഞ്ഞപ്പോൾ ഒരു സംശയം കറക്റ്റാണ് വീല് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീല് അയച്ചു നോക്കുന്നു. നമ്മൾ അയച്ചു നോക്കുന്ന ഭാഗത്ത് കണ്ട കംപ്ലൈൻറ്റ് വന്നാൽ ആ ടയർ സെറ്റ് ചെയ്ത റബ്ബറാണ്, വീൽ ഡാമ്പർ പറയും. അത് 4 വരിക. അത് ഈ 2 കണ്ടോ പൊട്ടിക്കിടക്കുകയാണ്. ഈ 2 റബ്ബർ പൊട്ടിക്കിടക്കുക. നമുക്ക് സെറ്റായിട്ട് കിട്ടും. ഈ ഡാമ്പർ നമുക്ക് മാറ്റണം. അതുപോലെ ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ബാക്കിൽ ബ്രേക്ക് ഷൂ തീരെ അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. തിരക്കുന്നത് കമ്പനി ബ്രേക്ക് ഷൂ ഒന്നുമല്ല, എന്നാലും നമുക്കൊരു മാറ്റവരായിട്ട് ഈ രീതിയിലൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മെയിൻ കംപ്ലൈൻറ്റ് തന്നെ ബാക്ക് വീലിൻ്റെ ഈ ഹബ്ബാണ്. നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തേയ്മാനം ഉണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വീലിൻ്റെ ഉള്ളിൽ ലൈറ്റ് കയറ്റുക സ്ലീവർ ആക്കിയിട്ട് ആ ബ്രേക്ക് ഷൂ മാറ്റി കഴിഞ്ഞാലാണ് ആ ബ്രേക്കിൻ്റെ കേസ് ശരിക്കും പറഞ്ഞാൽ 10 വരും. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സമയം വേണം. ഒരു 2 ദിവസം പിടിക്കരുത് ലൈറ്റ് പോയിട്ട് വരാം. തൽക്കാലം നമുക്കത് ബാക്കിലെ ബ്രേക്ക് ഷൂ മാത്രമേ ഇപ്പോൾ മാറ്റി വിടാം. ബ്രേക്ക് ഷൂ ആ വീൽ ഡാമ്പറും മാറ്റി വിടാം. നെക്സ്റ്റ് ആ ബ്രേക്ക് ഷൂ മാറ്റുന്ന സമയത്ത് ആ ഈ പറഞ്ഞ കംപ്ലൈൻറ്റ് ഇതൊന്ന് ചെയ്യുക. ഇത് ആ സ്ലീവർ ഇറക്കിയിട്ട് റീസെറ്റ് ആക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ബ്രേക്ക് ഷൂ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് തേയ്മാനം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വൈസറൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വൈസർ ഈ സ്ക്രൂ ചെയ്യുന്ന ഈ ഭാഗമാണ് പൊട്ടിയിരിക്കുന്നത്. നമുക്കിതൊരു ക്ലാമ്പ് വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ട് റീസെറ്റ് ആക്കാം. ഇവിടുത്തെ കുഴപ്പമില്ല, ഇവിടെ ഇപ്പോൾ അതിനെ അതിൽ ഉപയോഗിക്കാം. ഇവിടെ മാത്രമേ ക്ലാമ്പ് വെച്ചിട്ടൊന്ന് റീസെറ്റ് ആക്കാം. പിന്നെ എൻ്റെ ആക്സിലേറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട്. കേബിളിന് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ഉണ്ട്. അപ്പോൾ ആ കേബിൾ കൂടി ഒന്ന് മാറ്റി വിടാം. പിന്നെ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. മെയിനായിട്ട് കാണും. പിന്നെ ആ പൊല്യൂഷൻ കൂടി ഒന്ന് ചെക്ക് ചെയ്തെങ്കിൽ നമുക്ക് ആ കാർബറേറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ട്യൂണിങ്ങൊക്കെ മാറ്റിയിട്ട് ആ പൊല്യൂഷൻ കൂടി ഒന്ന് പാസ്സാക്കി എടുക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ഞാൻ നിലയിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ